അപ്പുറം കുക്കുണ്ട്, നസീർക്കാണ്ട്, നമ്മുടെ അർജുനുണ്ട്. പെട്ടി പോരാ, എന്നിട്ട് വേസ്റ്റ് പോയിട്ട് പെട്ടി ഇറക്കി കൊണ്ടുപോകുന്ന സീനാണ് ഇപ്പൊ. ഓക്കെ, എല്ലാം പൊരുത്തപ്പെട്ടില്ല. ഓക്കെ സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞ് പെട്ടി കെട്ടാൻ നോക്കിയപ്പോൾ പെട്ടി പോരാ, എന്നിട്ട് വേസ്റ്റ് പോയിട്ട് പെട്ടി ഇറക്കി കൊണ്ടുപോകുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഷോപ്പ് പോയിട്ട് നമ്മൾ ആൾക്കാരോടൊക്കെ ഒന്ന് പറയണം, പോവാന്ന് പറയണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താ സംഭവം. ഓക്കെ, और पैसा है ना सिद्दीक दिएगा. ओके, अभी का मालूम है कितना पैसा है. हाँ, अभी जाएगा, अभी जाएगा. ओके, ये हमारा इसका प्रमोशन करो. हाँ, सैलून का पूरा आदमी का हम पैसा पकड़ने का प्रमोशन है, तुमको फ्री है. ഗൈസ് ആടുന്ന് കഴിഞ്ഞു. ഒന്ന് രണ്ട് ഗൈസ് ചെറിയ എങ്ങനെയാണ് ഗൈസ് നമ്മൾ ഇവിടെ. ഇപ്പം ഞാൻ ബ്ലറാക്കും മുഖം. പിന്നെ മുഖം കാണിക്കുന്നത് തീരെ താല്പര്യമില്ല. ഞാൻ ബ്ലറാക്കൂടാ, പേടിക്കണ്ട, ബ്ലറാക്കും. ഓക്കെ, നമ്മളെ കസ്റ്റമറാട്ടോ. അസ്സലാമലൈക്കും ഷോനെ ഷഖ്ബാറക്. اليوم روح الحين روح هذه ان شاء الله يجي مرة ثانية. ما يجي لا ما يجي ما يجي قال لي ولي ايه ان شاء الله. ايه بس سجاد ايه ഇല്ല ഇല്ല, ഇനി വെറുതെ രഹസ്യം പരിശീലാക്കണ്ട പറഞ്ഞിട്ട്. ഇത് പിടിച്ചേ, അവസാനമായിട്ട് ചായ എടുക്കട്ടെ. എന്തുകൊണ്ട് എടുക്കുന്നത്? ചായ കുടിക്കാം. ചായ എന്റെ മുഖം ഞാൻ ബ്ലറാക്കുന്ന വെറുതെ പറഞ്ഞതാ, ബ്ലറൊന്നും ആക്കൂല. എന്നാ ഞാൻ കാണിച്ചു തരാം. അടക്കെ കൊന്നിക്ക് അടിക്കണം. ഇങ്ങനെ അടിച്ച് നല്ല ചായ ഗ്ലാസ്സിൽ ചായ ചൂട് ചായ എങ്ങനെ ചൂടാക്കി കുടിക്കാൻ തല മാത്രമേ ഇട്ടുള്ളൂ. അന്റെ തല കിട്ടി ഞാൻ കാണിച്ചു തരാം. സൂപ്പർ മാർക്കറ്റ് ഞാൻ റെഡി ആക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് പണിയെടുക്കുന്നതെന്ന് ഞാൻ ഇവിടെ പണിയെടുക്കുന്നത്. അവനെ പ്രേമിക്കുന്ന പെണ്ണ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അവൻ ഇവിടെ ചായപ്പൊടിയല്ല പണിയെടുക്കുന്നത്. ഇത് വെച്ചോളാം, വെള്ളത്തോർത്ത് കിട്ടോ. ചായ കുറച്ച് കഴിഞ്ഞ ടേസ്റ്റ് പറയുന്നത്. വാ, ഞാനെടുത്തത് കൊണ്ട് പറയല്ല, നല്ല അടിപൊളി ചായ. ഞങ്ങൾ ഒറിജിനൽ പൊടിയാ. ഒറിജിനൽ പൊടിയാ. നല്ല ചായകൾ വാങ്ങാൻ വേണ്ടി സന്ദർശിക്കൂ കിങ്കാര. കിങ്കാര കുറെ കിങ്കാരൊക്കെ ഉണ്ട്. കിങ്കാര ഖറാബ്. നമ്മൾ യാത്ര പറഞ്ഞു പോവുകയാണ് ഗൈസ്. വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ഞാൻ പോന്ന് നാട്ടിലെത്തിയിട്ട് സഹിക്കാം. ഇനി വരൂല. എന്റെ മോൻ എടുക്കുന്നില്ല. ഇനി മറ്റേ മാനേജർ അല്ലേ എടുത്തിരിക്കടോ. ഞാൻ പോന്നാ. ഓയ്, ഈ നാട്ടിൽ ജനുവരിയിൽ എന്തായാലും വരുമല്ലോ. ഇനി മോൻ എത്തിക്കണ്ട, എന്റെ എല്ലാം ഞാൻ എടുത്തിക്കുന്നേ. ശരി, ആ നാട്ടിലെത്തിയിട്ട് വിളിക്കാണ്ടിരിക്കാം. അതെ പോന്ന്. രാത്രി യാത്രയല്ല, നമ്മളെ തൊട്ടും പോലും പാടെ ആളുകളെയും കൊണ്ട് നമ്മൾ അവിടെ കയറുന്നില്ല. ഞാനൊക്കെ പോകുന്ന ഇവിടെ വേറെ ആരാള് മുത്തു വാശി ആരോ ഉണ്ടോ? റെസ്റ്റാ. അപ്പോൾ എന്നാ ശരി. हम जाएगा, हम लोग जाएगा. ओके, आ जाएगा. हम बाय बाय, हम लोग जाएगा. റോഡ് നമ്മൾ വരണം. നമ്മൾ 8 കൊല്ലം പണി എടുത്ത സ്ഥലമല്ലേ, ഏരിയ അല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ യാത്ര പറയുന്നത്. ओके बाय. ओके, क्या है, स्लीपिंग है, हम लोग जाएगा, आ जाएगा. ओके, നമ്മൾ
നൂഡിൽസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഷോപ്പാണ് ഗൈസ്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് പറയാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം മാപ്പിളേ എന്ന് നീട്ടി വിളിക്കുന്ന ആളാണ്. മാപ്പിളേ ഇപ്പൊ പോരേ? ഓക്കെ ബൈ ബൈ. ഓക്കെ ഏകദേശം കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് പെട്ടി കെട്ടി വെച്ചിട്ടുണ്ട്, എടുത്ത് പോകണം ഗൈസ്. പെട്ടിയൊക്കെ റെഡിയാണ്. ഇവിടെ പെട്ടീൻ്റെ പുറം വേറൊരാളുണ്ട്. അപ്പോൾ ഈ റൂമും ഷോപ്പും വിട്ട് ബൈ ബൈ പറയും. നീ നമ്മളെപ്പുറം 2 ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ പോവാൻ. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ആർക്കാന്നുള്ളത്. സോ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ വരുന്നത്. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്ന വിവരം ഒരു മനുഷ്യന്മാർക്കും അറിയൂല. ഞാൻ ഈ ഡിസംബറിൽ വരും എന്നുള്ളത് അറിയാം, പക്ഷെ കറക്റ്റ് ഡേറ്റ് ഒന്നും അറിയൂല. അപ്പോൾ പല സർപ്രൈസുകളും കാണാം, പല രീതിയിലുള്ള സർപ്രൈസുകളും. സോ വീഡിയോ കാണണം, പോയിട്ട് വാ. ഇൻഷാ അല്ലാ വീഡിയോ വരാം. ഓക്കെ വലൈഹിസ്സലാം. ഓക്കെ ഓക്കെ എല്ലാം പൊരുത്തപ്പെട്ടില്ല. ഓക്കെ കാത്തിരുന്ന ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ നമ്മൾ അവിടെ എവിടെയൊക്കെ കണ്ടും കഴിഞ്ഞ് പരിചയമുണ്ടല്ലോ. പിന്നെ ഒരാളും കൂടി ഉണ്ട്. സോ ഇതെടുത്ത് കഴിഞ്ഞ് നമുക്ക് അതിൽ വെക്കണം. ഇനി വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നത് കാത്തിക്കണം. നമ്മളെ യാത്ര തിരിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചെങ്ങായാടെ കാത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പരം കുക്കുണ്ട്, നസീർക്കാണ്ട്, നമ്മൾ അർജുനുണ്ട്. ഞങ്ങൾ വെറും 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മളെ റൂമിൻ്റെ അടുത്തുനിന്ന് എയർപോർട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നസീർക്ക ഇതാണ് നമ്മൾ നസീർക്ക നല്ല സൂപ്പർ ആയിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് സൂപ്പർ ആയിട്ട് തന്നെ ഇടും. ഓക്കെ അർജുൻ, അതായത് നമ്മൾ വിളിച്ചെടുങ്ങാറാക്കിയ ഞങ്ങൾ ഇതാക്കുന്നത്. ഇവിടെ കുത്തിൻ്റെ നോക്കിയ മാർക്കർ കൊണ്ട് പേര് എഴുതി കുത്തിരിക്കുന്ന. അതും ഇവിടെ വന്നിട്ട് ബ്ലഡി ഫുഡ് ഓന് ഒന്നിനും തേരല്ലേ ഇതിനോ. ആ ഈസൽ കേട്ടോ മറക്കാം. ഇനി നമ്മൾ ഈ ഉണ്ടിങ് കഴിഞ്ഞ് പോകാനുള്ള പരിപാടി നൈസ്. ഞാനും തട്ടെ പോകുന്നു. ഇത് നമ്മൾ ഒരുമിച്ചെടുത്തല്ല കേട്ടോ, ഞാനും ഓനും ഒരുമിച്ചെടുത്താ. ഇവനായിട്ട് ഞങ്ങൾക്ക് ഈ ചെങ്ങായിട്ട് നമുക്കൊരു ബന്ധമില്ലായിരുന്നു. അപ്പം ചായ പിടിക്കാൻ വന്നപ്പോൾ എന്നാ പോകുന്നതെന്ന് വെച്ച് ഞാൻ 3-ാം തീയതി പോകുന്നത്, ഓനും 3-ാം തീയതി പോകുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ്. എന്താടാ വലിവല്ല, ഇത് ഇങ്ങനെ അമ്പിച്ചിങ്ങാഞ്ഞോട്ട് ചാമ്പലോ. ഇനി അതിനോടൊന്നും ദേഷ്യം പിടിക്കല്ലേ. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി എത്ര ടൈം മൊബൈൽ യൂസ് ആക്കാൻ പറ്റും എന്നാണ് ഇവിടെ. ഇത് എടാ ഇത് അമ്പിക്കടോ, അമ്പിച്ചോട്ടോടോ ചെങ്ങായിമാരെ. നിങ്ങൾ ഓയിൽ കുറവ് എന്തെന്ന് ചെങ്ങായിമാരെ 2 കണക്കാണല്ലോ. ഓയിൽ കുറവാണ്. നാട്ടിലത്തെ അല്ല പാറയിലുള്ളത്. ഇടിച്ച് പൊളിക്കല്ല. എയർ ഇന്ത്യൻ്റെ ഇതും തപ്പി നടക്കുന്നതാണ്. ഏടെയും കാണുന്നില്ല, അറ്റത്തെത്തിക്കുന്ന ലാസ്റ്റ് കൂടെ കയറേണ്ടത് ലാസ്റ്റ് കൂടെ കയറിയെന്ന് തോന്നുന്നു. റിലേഷൻ്റെ അടുത്താ ഗൈസ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഒരു കുഴപ്പമില്ല. കിലോനൊക്കെ കൂടുതലുണ്ടായിരുന്നു, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഫൈനൊന്നും എണ്ണ അടിക്കേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെങ്ങായിനോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്താൽ ബെൽറ്റ് വരണം. ലാസ്റ്റ് അവിടെ ചെന്ന് കീക്കി അത് കീക്കി അടിച്ചപ്പോൾ എന്താ വിചാരിച്ച്? പെട്ടെന്ന് വിചാരിച്ചോ? എനിക്ക് മൂത്രമൊഴിക്കണ്ടേ? അതെ പിന്നെ മൂത്രമൊഴിക്കല്ല. ഡ്യൂട്ടി ഫ്രീന്ന് സാധനമാകാൻ ഞമ്മക്കൊന്നും ആകാമല്ലോ, ഒരു സാധനമാകണ്ട്. അവിടെ കല്യാണത്തിനാണ് കൈസ് നാട്ടിൽ പോകുന്നു. സോ അതിൻ്റെ ഒരു സെറ്റപ്പ് കൈസ്. ഞാൻ ഒരിക്കലും കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ. സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാ. വോഡ്ക എന്നൊക്കെ കേട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 80 ദിനാറോ 8 ദിനാറല്ലേ? ഇത് 3 ലിറ്ററാടാ, 1 ലിറ്റർ. ഇമ്മര് മൂത്രമൊഴിക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് സാധനമൊക്കെ എടുത്തിട്ട് അശിക്ക് അതെടുത്ത് അതിന്മേൽ വെക്കടോ. ബാഗ് ഹാൻഡ് ബാഗിൽ നിന്ന് ആ കാരൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാഗിലിട്ട്. നമ്മളെ ഗേറ്റ് നമ്പർ ഗൈസ് 16 ആട്ടാ. പക്ഷേ നമ്മൾ 19 അടുത്ത് എത്തണം, ഒന്ന് മൂത്രം വയ്ക്കണമെങ്കിൽ. അങ്ങനെ പ്രശ്നമുണ്ട്. എടാ ഇനി വണ്ടി ഓടിക്കുന്ന കൈസേ
आज वो लोग जाएगा എന്താക്കാനാ നമ്മളെ വീടിൽ നിന്ന് ചാടിക്കുന്ന ആളാ. നമ്മളെ കണ്ടപ്പോൾ വണ്ടി തിരിച്ചും കൂടെ വന്നു. ഇതാ ചെയ്യാലേ ആണ് ചായൻ്റെ ഒരു പവറേ. നോക്കിയേ നടന്ന് അപ്പം തന്നെ മുഖടിച്ച് വീണെടുക്കേനു മൊഞ്ചാക്ക് മാറിപ്പോയിനു. ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? നടന്ന് ശീലിച്ചവർക്ക് ഇവിടെ ഇങ്ങനെ നിന്നാൽ മതി. മറ്റേ എസ്കലേറ്റർ സെറ്റപ്പ് കൂടിയ നടക്കേണ്ടവർക്ക് നടക്കാം, അല്ലാത്തവർക്ക് എന്താക്കാം ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നടന്നു. ഗൈസ് ഇത് ബഹ്റൈനിലെ എന്താ പറയുക വാഷിംഗ് റൂമത്തെ ഒരു സെറ്റപ്പാട്ടോ. ഇത് നോക്കിയാ മൂത്രമൊഴിക്കുന്ന വേണേ ഞാൻ കാണിച്ചു തരാം. ആശിക്ക ഇനി മൂത്രമൊഴിക്കുന്നത് കാണിച്ചു കൊടുക്ക്. ഇതാട്ടോ സെറ്റപ്പ് സംഭവം കാണിച്ചു തരാം ഗൈസ്. വെള്ളം കൈയാട്ടുമ്പോൾ വെള്ളം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ടിഷ്യൂ ആണെങ്കിൽ ഇവിടെ 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 നിന്ന് ഇങ്ങനെ വലിച്ചാൽ ടിഷ്യൂ ഉണ്ട്. ഏതാ സെറ്റപ്പ് എടാ ഇങ്ങനെ എന്താക്കുന്ന ഒളിഞ്ഞോ ഏതാ വേസ്റ്റ് ഇങ്ങോട്ടേക്കാ. ऐसा हम देखा दूसरा आदमी भी उधर देखा चाय पीने के लिए आदमी वो गाड़ी में. हाँ गाड़ी नए आदमी आए ना, एक आदमी होटल में किधर ഒരു ഫോട്ടോ എടുപ്പിക്കുന്നു. ഒരു എത്ര ഫോട്ടോ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും എൻ്റെ എൻ്റെ മോനെ അർജുന ഇപ്പം എത്ര ഫോട്ടോ എടുത്തില്ല? 150 ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല. എൻ്റെ ഓളയും കാട്ടിലും കഷ്ടമാണല്ലോ ഈ. ഇത് കണ്ടോ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സംഭവം കസാരകളൊക്കെ നോക്കി ഏതാ സെറ്റപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ഏതാ അല്ലേ. ഇതിപ്പോൾ എന്താ പറയുക എയർപോർട്ട്. ഗായ്സ് ഇതിപ്പോൾ കുട്ടികളത് മാത്രമാണെങ്കിൽ ഇവിടെ നോക്കിയ ഗെയിമിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ. ഏതാ ബഹ്റൈൻ എയർപോർട്ട്. വാ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത എയർപോർട്ട്. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ. പിന്നെന്താ ഈ ഒരു സെറ്റപ്പ് കാണുന്നത് ഒരുപാട് ടൈമുള്ളത് കൊണ്ടായിരിക്കാം. ഒന്ന് അതിലൊക്കെ നടന്നപ്പോൾ സെറ്റപ്പ്. സോ ഗൈസ് എല്ലാം റെഡി ആയിട്ട് മറ്റ് കയറാൻ പോകുന്ന കേട്ടോ. അർജുനെ അർജുനെ സാധാ ചോറിന് എത്ര പൈസ എന്നറിയോ? 600 രൂപ. ബഹ്റൈന് 3 ദിനാറ്, നാട്ടിലത്തെ 600 രൂപ. പിന്നെ അടിയിൽ കുറേ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുതിയ സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ബഹ്റൈനോട് ഞാൻ വിട പറയുന്നു. ഫുഡൊക്കെ കിട്ടിയിരുന്നത് ഇതാ സംഭവം നിൽക്കും മനസ്സിലാവുന്നില്ല. എന്താ മാസി കാട്ടിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാക്കാം. ഗൈസ് ഉപ്പുമാവ്, ഇഡ്ഡലി, വട, കേക്ക്. ഓ കേക്കടാ കേക്ക് പറയുന്നത്. കേക്ക് കർണാക്കിലാക്കാനല്ല പറയുന്നത്. കുറ്റം പറയുന്നതല്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയൊന്നും അല്ല അവർ ഇട്ടിട്ടുണ്ടാകുക കേട്ടോ. 5 മണിക്ക് ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സാധാരണ നമ്മളെ കാത്തിക്കില്ലേ, ഇത് വന്നിട്ട് ചെങ്ങായിമാരെ നമ്മൾ കാത്തിക്കുന്നു. എന്താ ചെയ്യാ ഹലോ ഗൈസ്, എന്നോട് എത്ര മണിക്ക് വരാനാടാ പറഞ്ഞത്? നേരത്തെ 5:25 കറക്റ്റ് നമ്മളിവിടെ ഇറങ്ങിയില്ലേ? കോഴിക്കോട് എയർപോർട്ട് അല്ലേ, ലഗേജ് ഞാൻ ഉദ്ദേശിച്ചു വിടുന്നല്ലേ ബ്ലഡി ഫൂൾസ്. ഇവന്റെ വണ്ടി വന്നില്ല, ഞാൻ അറിയാണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആരും അറിഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ എത്ര വീഡിയോ പോവാനും. ആഷിക്ക് പെണ്ണോക്കാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ ആദ്യം പറഞ്ഞിട്ട് അടുത്ത പേരത്തിന് എന്തെങ്കിലും ആക്കിയില്ല. അപ്പൊ എല്ലാരോടും പറഞ്ഞിട്ടാ പോകുന്നത് അല്ലേ? ഇപ്രാവശ്യം പിന്നെ എന്താ പറയാ, ഓനൊരു അഹങ്കാരം നോക്ക്. ഓന് പെണ്ണുണ്ട്, ഓനെ അഹങ്കരിക്കാം. ഞാൻ പറയുന്നില്ല. എന്താ സർപ്രൈസ് എല്ലാം പൊളിഞ്ഞു. സർപ്രൈസ് പൊളിഞ്ഞല്ലേ? അങ്ങനെ സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി സർപ്രൈസ് വീഡിയോ പിന്നാലെ വരുന്നതാണ്.